ഈസ്റ്റർ വരുന്നു. രേഷ്മ രാജൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും സന്തോഷകരമായ ഒരു ഈസ്റ്റർ ആയിരിക്കും ഇത്തവണയെന്ന് എനിക്ക് തോന്നുന്നു. സ്വപ്നവും ജീവിതവും തമ്മിൽ എത്ര വലിയ വ്യത്യാസമുണ്ടെന്ന് ഇപ്പോൾ ചോദിച്ചാൽ എങ്ങനെ പറയും? വളരെ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ. കാരണം ഒരു കോളേജിന് മുമ്പ് വരെ എല്ലാവരും സ്വപ്നം കാണുക പോലെ ഫിലിം കയറണം, സ്റ്റാർ ആവണം, അഭിനയിക്കണം, ആ ഒരു മൈൻഡായിരുന്നു. പിന്നെ കോളേജിൽ വന്ന് നഴ്സിംഗ് പഠിച്ചോടെ എല്ലാ സ്വപ്നങ്ങളും അടിച്ച് പൂട്ടിയിലാക്കി. പിന്നെ പുറത്ത് പോകണം, ജോലി ചെയ്യണം, ഏത് രാജ്യം നോക്കിയ കാനഡ വേണം, ഓസ്ട്രേലിയ വേണം വർക്ക് ചെയ്യാൻ, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. അപ്പോൾ ഈവൻ രാജഗിരി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോഴും പുറത്ത് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പുറത്ത് പോകുന്നതൊക്കെ പേപ്പേഴ്സൊക്കെ കറക്റ്റായി. അപ്പോൾ അതിന് പോകേണ്ട സമയം ഇങ്ങനെ 2 മാസത്തിനുള്ളിൽ എനിക്ക് പോവാം. ആ ടൈമിലാണ് ഈ ഒരു കോള് വന്നതും ഫിലിമിൽ കയറിയതും. പിന്നെ എല്ലാം ടിസ്റ്റാണ്, ഡ്രീംസ് വരെ മാറിപ്പോയി, സ്വപ്നങ്ങൾ വരെ മാറിപ്പോയി. എങ്ങനെ രേഷ്മ ലിച്ചിയായി? ഒരു ഹോർഡിങ്സിൽ സംവിധായകൻ കാണുന്നു, വിളിക്കുന്നു, രേഷ്മ പോകുന്നു. അതിൻ്റെ ഇടയിൽ എത്ര എളുപ്പത്തിൽ ഒരു സ്ക്രീൻ ടെസ്റ്റ് നടന്ന് ഒരു സിനിമാ ബന്ധവും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ നായിക. ഒരു കഥ പോലെ തോന്നുന്നു. ഹോർഡിങ് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമായിരുന്നു. കാരണം ഫിലിമിന് വിളിക്കുന്നതിന് മുമ്പ് 2 മാസം. അപ്പോൾ ഹോർഡിങ് ചെയ്ത സമയത്ത് രാജഗിരിയിൽ എല്ലാവരും കണ്ട്, കസിൻസ് വരെ, മൂന്നാർ വരെ പോയ ആൾക്കാർ വിളിച്ചിട്ട് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമായി. പിന്നെ 1 മാസം കഴിഞ്ഞ്, 1.5 മാസം കഴിഞ്ഞ്, 2 മാസമായി. അപ്പോൾ എന്നോട് അവിടെ ഒരാൾ ചോദിച്ചു, നീ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുവാണോ? ഞാൻ വിചാരിച്ചു ഹോർഡിങ് കണ്ടപ്പോൾ നീ വലിയ ആളായിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ ദൈവം ആരും വിളിച്ചില്ലല്ലോ, അങ്ങനെ അല്ല ഒരു പരസ്യത്തിൽ പോലും വിളിച്ചില്ലല്ലോ. പക്ഷെ ആ ഒരു മൈൻഡായിരുന്നില്ല. പുറത്തേക്ക് പോകണം, ജസ്റ്റ് ഒരു ഹോർഡിങ് ചെയ്തേ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അതൊക്കെ മാറ്റി പുറത്തു പോകാനുള്ള പേപ്പേഴ്സൊക്കെ റെഡിയാക്കി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ ഫ്രൈഡേ ഫിലിംസിൽ നിന്ന് വിളിച്ചതും. ഇങ്ങനെ ഒരു ഫിലിമുണ്ട്, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് റോളാണ്? അപ്പം നായികയായിട്ടാണ്. അപ്പം ഞാനപ്പോൾ ഒട്ടും വിചാരിച്ചില്ല. അപ്പോൾ നായികയാണെങ്കിൽ ഞാൻ നോക്കാം, വേണമെങ്കിൽ വരാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ചെല്ലുന്നു. ജസ്റ്റ് ഒരു ചെറിയൊരു ഓഡിഷൻ പോലെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിലാർക്കും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ഞാൻ പുറത്ത് പോവാ, സെറ്റിൽ ചെയ്യുക, ലൈഫ് സെറ്റിൽ ചെയ്യുക, ഫിലിമിലൊക്കെ പോയാൽ ശരിയാവില്ല. അപ്പോൾ ആരും വലിയ സപ്പോർട്ടിംഗ് ഒന്നും ആയിരുന്നില്ല വീട്ടിൽ. പിന്നെ എല്ലാം ഞാനായിട്ട് തീരുമാനം എടുത്താണ് എൻ്റെ എല്ലാ ലൈഫിലും നടന്നേക്കണേ. ഇവിടെ വരെ ഞാൻ എത്തിക്കുന്നത് എൻ്റെ സ്വയം തീരുമാനം. അത് ഞാൻ ആരായിട്ടും വലിയ ഷെയർ ചെയ്യാൻ പോയിട്ടില്ല. ചോദിക്കും ഇന്ന് തീരുമാനം എടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അവരെല്ലാവരും ഞാൻ എടുക്കുന്ന തീരുമാനം നെഗറ്റീവാണ് എല്ലാവരും പറയാറ്. പിന്നെ അത് ഞാൻ ചോദിക്കാൻ പോറുന്നില്ല. ഞാൻ ഇങ്ങനെ വീട്ടിൽ ചോദിച്ചപ്പോൾ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അങ്കിളുണ്ട്, ചെറുപ്പം മുതലേ ഞാൻ കൈപ്പിടിച്ച് വരുന്ന അങ്കിളാണ്. അങ്കിൾ പറഞ്ഞു അവളുടെ ഒരു ആഗ്രഹമല്ലേ, പോയിട്ട് വരട്ടെ, ഒരു ഫിലിം അല്ല, ജസ്റ്റ് ഒന്നും കാണിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്കിളും അമ്മയോട് വന്നിട്ടുണ്ടാവും, അവൾക്ക് കിട്ടാനൊന്നും പോകുന്നില്ല, വെറുതെ അവളുടെ ആഗ്രഹം പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്കിളും അമ്മേനെയും കൂട്ടിയാണ് ഞാൻ സ്ക്രീൻ ടെസ്റ്റിന് പോയത്. സ്ക്രീൻ ടെസ്റ്റ് ചെന്നപ്പോൾ ചെമ്പൻ ചേട്ടൻ എല്ലാവരും ഇരിക്കുന്നു. അപ്പോൾ ഇവരുടെ കണ്ടൊരു എക്സൈറ്റ്മെൻ്റ് ആണെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോൾ. പിന്നെ എന്നോട് പറഞ്ഞു ഇന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ കുറച്ച് റോൾസൊക്കെ ചെയ്യിപ്പിച്ച് നോക്കി. അതെന്താ സ്ഥിതി എനിക്കറിയില്ല, കാരണം അമ്മയൊക്കെ ഇരിപ്പുണ്ട് അടുത്ത്. അത് കാരണം എങ്ങനെ അഭിനയിച്ച് എങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായിരുന്നു സ്ക്രീൻ ടെസ്റ്റിൽ ആദ്യമായിട്ട് നമ്മൾ സ്വന്തം ചേട്ടനോട് പ്രണയം തുറന്നു പറയുന്ന സീൻ, അതായിരുന്നു ആദ്യം. അപ്പോൾ അത് ചെയ്തത് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു. അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സാണ് ഒരാൾ എൻ്റെ ചേട്ടനായിട്ട് നിന്നെ. പിന്നെ എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു, അത് പറഞ്ഞ് അഭിനയിച്ചു. പിന്നെ ഒരു സീൻ എന്ന് പറയുകയാണെങ്കിൽ ഞാനും നായകനും കാറിൽ പോകുന്ന സീനിൽ അത് നായകൻ എന്നോട് പറയുന്നു, ഞാൻ തിരിച്ച് സംസാരിക്കുന്നു, അവർ സിറ്റുവേഷൻ പറഞ്ഞിട്ട് അതനുസരിച്ച് സംസാരിക്കാം, അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നായകൻ കയറി വരുന്നത്, അതായത് പെപ്പെ കയറി വരുന്നത്. പെപ്പെ കയറുന്നപ്പോൾ ഇത്രയും നേരം ഞാൻ ചെയ്തത് മറ്റേ ചേട്ടനായിട്ടാണ്. അപ്പോൾ ആ ചേട്ടനായിട്ട് കുറച്ച് കംഫർട്ടായി, പറയാനും കുഴപ്പമില്ല, എന്ത് പറയുന്നത് റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോഴും ആൻ്റണി കയറി വന്നിട്ട് അപ്പോൾ ആൻ്റണിയോട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ആൻ്റണിയുടെ മുഖത്തേക്ക് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് മറ്റേ ചേട്ടൻ മതി, എന്നിട്ട് ഒരു കംഫർട്ടില്ല. അപ്പോൾ ആൻ്റണി വെട്ടി തിരിച്ചിരിക്കുക. ആൻ്റണി ആണെങ്കിൽ മുടിയൊക്കെ വളർത്ത്, താടിയൊക്കെ വളർത്തുക, എന്ന് വെച്ചാൽ ആരും മുടിയും ഷേവ് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനത്തെ ഒരു കോലം, അങ്ങനെയാണ് ഫസ്റ്റ്. അപ്പോൾ ഇപ്പോഴാണ് അത് പറഞ്ഞ് അവരുടെ കളിയാക്കും, ഇനി നീ ഫസ്റ്റിനെ റിജക്ട് ചെയ്തല്ലേ, നായകനെ വേണ്ടെന്ന് പറഞ്ഞ നായികയാണ്. അപ്പോൾ അവൻ പറയും അടുത്ത സിനിമയിലാണ് ഞാൻ അതിനെ റിജക്ട് ചെയ്യണ കാണിച്ചു തരാം, ഇപ്പോഴും പറയും. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വിളിച്ചു, സെലക്റ്റായി, ചെറിയ ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ വലിയ ആരും ഒന്നും മിണ്ടുന്നില്ല. അമ്മയൊക്കെയാണെങ്കിൽ 5-6 ദിവസം മിണ്ടുന്നേ ഇല്ല, ജസ്റ്റ് എടുത്ത് ഫുഡ് വെച്ച് തരുന്നു, പോകുന്നു, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ നഴ്സിംഗ് ഡയറക്ടറിനോട് ചോദിച്ചു, ഞങ്ങളുടെ ഡയറക്ടർ ഓഡിറ്റ് നടക്കണം, അപ്പോൾ ലീവ് തരത്തില്ല എന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഒരാഴ്ച ലീവ് എടുത്തോളാൻ പറഞ്ഞു, ഒരാഴ്ച. അപ്പോൾ ഒരാഴ്ച ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു, 2 ദിവസം പോയില്ല, പിറ്റേ ദിവസം ചെല്ലുക. അപ്പോൾ നഴ്സിംഗ് ഡയറക്ടർ പറഞ്ഞു കയറ്റാൻ പറ്റത്തില്ല, വേണമെങ്കിൽ അച്ഛന്മാരെ കണ്ടോളാൻ പറഞ്ഞു.
നേരെ പോയി ഡയറക്ടർ ഫാദേഴ്സാണ് നടത്തുന്നത്. ഫാദേഴ്സിനെ കണ്ടു, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഒരാളെങ്കിലും രക്ഷപ്പെടേണ്ട കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങളുടെ ഹോസ്പിറ്റലല്ലേ, എത്ര നാളെ ലീവ് എഴുതിച്ച് പോയിക്കോളാൻ പറഞ്ഞു. കാണുന്നുണ്ടാവുമല്ലോ അല്ലേ ലിച്ചിക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയാ സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഹൈപ്പ്, ആരാധകര്, പ്രത്യേകിച്ച് ഒരുപാട് സന്തോഷം. മലർ മിസ്സിനൊക്കെ ശേഷം ആ ഒരു റേഞ്ചിലേക്ക് ആയി ലിച്ചി. ഇപ്പൊ എന്താ ടെൻഷനാണോ? പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്നെ ഫോട്ടോയ്ക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ, എൻ്റെ ഫോട്ടോയ്ക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് അതെന്താ സംഭവം പോലെ ഞാൻ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇപ്പം എൻ്റെ ഓരോ ഫോട്ടോ ഇടുമ്പോൾ ലൈക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. എത്ര ലൈക്ക് ഉണ്ട്, എത്ര മെസ്സേജസ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ എത്ര കുത്തിയിരുന്നാലും അതെല്ലാം വായിക്കാറുണ്ട്. പിന്നെ മാക്സിമം എല്ലാവർക്കും മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒട്ടും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. എന്നോട് പറഞ്ഞു നിങ്ങളുടെ സിനിമ അങ്കമാലിക്കാർ മാത്രമേ കാണുള്ളൂ എന്ന് മുഖത്തൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. കൂടി പോയി അങ്കമാലി മാത്രം റിലീസ് ചെയ്താൽ മതി, വേറെ ഫിലിമൊന്നും റിലീസ് ചെയ്യാൻ പറഞ്ഞേക്കും. മധുര പ്രതികാരമായ ചോദിച്ച ആൾക്കാരുടെ ആൽവാക്കാരി രേഷ്മ ഒരു സാധാരണ കുട്ടി നഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഇനി ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എവിടെയെങ്കിലും പോയി അവിടെ ജോലി ചെയ്ത് അവിടെ സെറ്റിലായി അങ്ങനെ മാത്രം സ്വപ്നം കണ്ടിരുന്ന ഒരാൾ ഈ സിനിമയ്ക്ക് ശേഷവും ഇപ്പോഴും നാട്ടുകാരുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ എത്ര വ്യത്യാസം സംഭവിച്ചു? അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലും ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പഴയ കൊച്ചു തന്നെയാണ്, രേഷ്മ തന്നെയാണ്. ഇന്നലെ പോലും ഞങ്ങളിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഞങ്ങൾ നിലത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് നാളെ അവരുടെയൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ഇന്നലെ അവരെല്ലാവരും വിളിച്ച് നിലത്തിരുന്ന് വർത്തമാനം പറഞ്ഞു. പിന്നെ എല്ലാ വീട്ടിലും ഞാൻ പോയാൽ അങ്ങോട്ട് പോയി മിണ്ടാറും സംസാരിക്കാറും ഫുഡൊക്കെ എടുത്തുകൊണ്ട് പോയി കഴിക്കും. അവിടെ എല്ലാ വീട്ടിലും ഒരു ചെറിയ ഫ്രീഡം പോലെ എന്ത് സാധനമായാലും അടുക്കളയിൽ പോയി കഴിക്കും. ഇപ്പോൾ ആർക്ക് തേങ്ങ ചേരണമെങ്കിൽ ഞാൻ തേങ്ങ ചേർത്തി കൊടുക്കും. അങ്ങനെ പിന്നെ എല്ലാവരുടെ വീട്ടിൽ പോയി സംസാരിച്ചു. എല്ലാവരും പറയും നീക്ക് വലിയ താരമായല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും ഞാൻ നിങ്ങളുടെ കൊച്ചു തന്നെയല്ലേ, ഞാനൊക്കെ എന്ത്. അപ്പോൾ ഈ നാട്ടിലായ പോലും എല്ലാവരും വലിയ ആളായല്ലേ ഞങ്ങളൊക്കെ മറക്കോ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നും എന്നെ കാണുന്നു, എന്നും വീട്ടിൽ അത് തന്നെ ഞാൻ ഇപ്പുണ്ട്, നിങ്ങൾക്ക് ആർക്കും എപ്പോഴും എൻ്റെ അടുത്ത് വരാം. അങ്ങനെ വലിയ സ്റ്റാറൊന്നും ആയിട്ടില്ല. ഞാൻ നിങ്ങളുടെ കുന്നുംപുറത്ത്, ഞങ്ങൾ താമസിക്കുന്ന കുന്നുംപുറമാണ്. കുന്നുംപുറത്ത് നിങ്ങൾ കൊച്ചു തന്നെയാണ്, രാജൻ്റെ മോള് തന്നെയാണ്, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എല്ലാവരും ഇപ്പോൾ വിളിക്കുന്ന പേര് മാറ്റി, ലിച്ചിന്നാക്കി. അത്രയും നാളും വിളിച്ചിരുന്ന പേര് മാറ്റി ലിച്ചിന്ന് കേൾക്കുമ്പോൾ അത് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു പക്ഷേ അത് ചിലപ്പോൾ ഇനി അതൊരു ബാധ്യതയായിട്ട് മാറുമോ? കാരണം ലിച്ചിയോടുള്ള ആൾക്കാരുടെ ഒരു സ്നേഹം ഇനി മറ്റൊരു റോളിലേക്ക് രേഷ്മ വരുമ്പോൾ ലിച്ചിയെ മറികടക്കേണ്ടതായിട്ട് വരില്ല? അത് ശരി, അതെനിക്ക് വളരെ പേടിയുണ്ട്. കാരണം ഓരോ ഫാൻസും വിളിച്ചിട്ട് എന്നോട് പറയും ചേച്ചി ലിച്ചിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി, അപ്പോൾ ചേച്ചി ഇനി അടുത്ത ഫിലിം ചെയ്യുമ്പോൾ ലിച്ചിയുടെ വില കളയാത്ത രീതിയിൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ ഭയങ്കര ടെൻഷനാവും. അപ്പോൾ ഞാൻ എടുക്കേണ്ട അടുത്ത റോൾ എന്ത് റോളായിരിക്കണം, എങ്ങനെയായിരിക്കണം, അത് ആരോടൊന്ന് ചോദിക്കുക, ആരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതങ്ങനെ എനിക്ക് ഇത്തിരി ടെൻഷനായി വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പം ഞാൻ ഫേസ്ബുക്കിൽ എല്ലാ മെസ്സേജ് എടുത്ത് നോക്കിയാൽ ലിച്ചി അടുത്ത പ്രോജക്റ്റ് എന്താണ്, ലിച്ചിയുടെ പോലത്തെ അടിപൊളി റോൾ ചെയ്യണം, ഞങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ കുറേ പേര് വിളിച്ചിട്ട് പറഞ്ഞു ചവറ് പോലൊന്നും ചെയ്യരുത്, ഈ ലിച്ചിനെ ജനങ്ങൾ ഒരുപാട് ആക്സെപ്റ്റ് ചെയ്തു, അപ്പോൾ അതനുസരിച്ച് റോളുകൾ ചെയ്യണം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷനുണ്ട്. അനുരാഗ് കശ്യപ് ബോളിവുഡിലെ സൂപ്പർ സംവിധായകർ ഒരാൾ പറയണു ഞാൻ ഈ വർഷം കണ്ടതിൽ ഏറ്റവും നല്ല സിനിമ. ഒരുപാട് നമ്മുടെ സൂപ്പർ താരങ്ങൾ, പുതിയ താരങ്ങൾ എല്ലാവരും പ്രശംസിക്കുന്നു. അപ്പോൾ ഈ പടം ഒരു പക്ഷേ ഇനി മറ്റ് ഭാഷകളിലേക്ക് പോവാം, ബോളിവുഡിലെത്താം, അതിനുള്ള എല്ലാ സാധ്യതയുണ്ട്. രേഷ്മ രാജൻ തന്നെ വരുമോ ലിച്ചിയായിട്ട്? അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ ഉള്ളിൽ? അത് ഓഫ് കോഴ്സ് ഉണ്ടല്ലോ, അതെങ്കിൽ അവരോട് ചോദിക്കണം. സത്യമായിട്ട് എനിക്ക് ആഗ്രഹം ആരെങ്കിലും പറയാം, ആഗ്രഹമില്ലെന്ന് ആരും പറയില്ല. ഒരുപാട് ആഗ്രഹമുണ്ട് അവിടെയൊക്കെ പോയി. അന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും സന്തോഷം കുറച്ച് പേര് കാണുന്നു പറഞ്ഞ ഫിലിം ഇത്രയും വലിയ ആൾക്കാർ കണ്ടു. ഈ മമ്മൂട്ടി മോഹൻലാൽ വരെ കമൻ്റ് ഇട്ട് ഫേസ്ബുക്കിൽ, നിവിൻ പോളി, പൃഥ്വിരാജ് ആയാലും കുറേ ആക്ടേഴ്സ് എന്നെ ഫോൺ ചെയ്തു. ഇവൻ അനുരാഗ് കശ്യപ് ഒരു ഫിലിം കണ്ടു. അപ്പോൾ ഇത്രയും നേരം ഞങ്ങൾ അവരുടെ ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ ഫിലിമാണല്ലോ അവർ കാണുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു ഫീലിംഗ്, അതെന്താണെന്ന് പറയാൻ പറ്റില്ല, അതൊരു സന്തോഷം. മധുരമുള്ള പഴമാണ് ലിച്ചി. നമ്മുടെ ലിച്ചി എത്രത്തോളം മധുരമുള്ളതാണ്, എത്രത്തോളം ബോൾഡാണ്, എത്രത്തോളം സുന്ദരിയാണ്? നമ്മുടെ ലിച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ലിച്ചി സുന്ദരിയാണ്, അതിന് യാതൊരു തർക്കമില്ല എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ലിച്ചി ബോൾഡാണെന്ന് വെച്ചാൽ ഫിലിമിൽ ലിച്ചി ബോൾഡാണ്. കാരണം നായകനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ്, നായകൻ്റെ ഏത് അവസ്ഥയിലും കൂടെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പം ലിച്ചി കുറച്ച് ബോൾഡായേ പറ്റൂ. പിന്നെ ലിച്ചി സ്വീറ്റ് ആണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് സ്വീറ്റ് അല്ലേ, നായകനെ കെട്ടിപ്പിടിക്കുന്നു, നായകനോട് പ്രണയം പ്രപ്പോസ് ചെയ്യുന്നു, പ്രണയം തുറന്നു പറയുന്നു, പ്രപ്പോസ് ചെയ്യുന്നു. അപ്പം ലിച്ചി സ്വീറ്റ്. അതിലേക്ക് രേഷ്മ എത്രത്തോളം ലിച്ചിയാണ്, ലിച്ചി എത്രത്തോളം രേഷ്മയാണ്? ഇപ്പം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് രേഷ്മയല്ല, അത് ലിച്ചി തന്നെയാണ് രേഷ്മ. ചിലപ്പോൾ ആലുവക്കാരിക്ക് അങ്കമാലി സ്ലാങ് വലിയ
പ്രയാസമില്ല, അതുകൊണ്ടാവാം. അല്ലെങ്കിൽ ഒരു പക്ഷെ ഇത്രയും ബബിൾ തന്നെയാണ് രേഷ്മ. കറക്റ്റ്. അപ്പം എത്ര വ്യത്യാസമുണ്ട് ലിച്ചിന്ന്, അല്ലെങ്കിൽ എത്ര വ്യത്യാസം ഇല്ല? വലിയ വ്യത്യാസമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കാരണം കല്യാണം പോലെ ഹോൾഡ് ചെയ്ത് സ്വന്തം വീട് പണിത് വീട്ടുകാരെ നോക്കി അങ്ങനത്തെ ലൈഫാണ് ലിച്ചി. ഞാനിപ്പോൾ അങ്ങനത്തെ ലൈഫായിരുന്നു, അതിലേക്ക് തന്നെ ഫിലിമിലേക്ക് വന്നു. ആ ഒരു ടെസ്റ്റ് മാത്രം. അപ്പോൾ ലിച്ചിയും രേഷ്മയൊക്കെ ഏകദേശം സെയിം ആണ്. ബോൾഡ് എന്ന് പറയുമ്പോൾ ലിച്ചി കള്ളു കുടിക്കുന്നു, കള്ളില്ലേടാന്ന് ചോദിക്കുന്നു, അങ്ങോട്ട് പ്രണയം പുരുഷനോട് പറയുന്നു, കെട്ടിപ്പിടിക്കുന്നു, പിന്നെ പഴയ പൂർവ്വ പ്രണയങ്ങളെയൊക്കെ എന്താ പറയാ, നീ ജർമ്മനിക്ക് പോകാനല്ലേ പ്രേമിച്ചെന്ന് വെച്ചാൽ അത് ഒറ്റയടിക്ക് തള്ളിക്കളയണു. അങ്ങനെ ഒരു ആ ഒരു പുതിയൊരു ജനറേഷൻ പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് നോക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ പല പെൺകുട്ടികളും അങ്ങനെയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ മാറി. കാരണം പണ്ടത്തെ കാര്യം പാസ്റ്റ് ഈസ് ഓൾവേസ് പാസ്റ്റ്. നമ്മുടെ കൂടെ എന്താണോ അത് നമുക്ക് നോക്കിയാൽ മതി. ഇപ്പം എല്ലാ പാസ്റ്റ് പറഞ്ഞിട്ട് സമ്മതമാണെങ്കിൽ നമുക്ക് സന്തോഷമായി. കാരണം ഇവൻ ഇങ്ങനെയൊക്കെയാണ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് എവിടെ ഹോൾഡ് ചെയ്യണം, എവിടെ പിടിക്കണം എന്നൊക്കെ ഒരു ഇത് കിട്ടും. പിന്നെ കള്ളു കുടിക്കണം എന്ന് പറയുന്നത് ഈ രേഷ്മ അധികം കള്ളു കുടിച്ച് പോയിട്ടില്ല. ഇപ്പം എല്ലാവരും ഓഫ് കോഴ്സ് എല്ലാവരും കൂടി ഇത് പാട്ട് ചെയ്യുന്നു. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു അവളുടെ ഹസ്ബൻഡ് അപ്പോൾ ഇരുന്ന് അവൾ കള്ളു കുടിക്കും. കാരണം ഹസ്ബൻഡ് വേറെ ഫ്രണ്ട്സിന് ഇവിടെ ഒന്നും പോയില്ല, കൃത്യസമയത്ത് വീട്ടിലെത്തും. അപ്പം ഞാനത് കേട്ടപ്പോൾ ആദ്യം എക്സൈറ്റഡ് ആയി. പിന്നെ ഓർത്ത് കാരണം ഫാമിലി ലൈഫ് ഇപ്പം ഇങ്ങനെയാണ് പോകുന്നത്. പണ്ടത്തെ ലൈഫ് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പം എല്ലാവരും ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ പോകുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഒരു ചെറിയ രൂപമാണ് ഞാൻ. അതിൽ സന്തോഷമുണ്ട്. സിനിമയിലേക്ക് വരാൻ നേരത്തെ പറഞ്ഞു സിനിമയിലേക്ക് വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു സാധാരണ ഒരു ക്വസ്റ്റ്യൻ, കുടുംബത്തിൻ്റെ ഭാഗമാണ്, അമ്മയാണ് കൂടെയുള്ളത്. അപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. അപ്പം ആ ചില ലിമിറ്റേഷൻസ് എല്ലാം പുറത്ത് കടന്നിട്ടാണ് രേഷ്മ വരുന്നത്. ഇവിടെ എല്ലാ ആക്ടേഴ്സും അങ്ങനെയായിരിക്കും. കാരണം ഞാൻ ഈ പ്രൊഫഷൻ അല്ലെങ്കിൽ ഈ ഫീൽഡിലായിട്ട് യാതൊരു ബന്ധവുമില്ല. ഫാമിലിയായിട്ടും ആർക്കും ഫ്രണ്ട്സിനായിട്ട് ആർക്കും വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊരു ഓഫർ വന്നപ്പോൾ തീരുമാനം പറയാനും കൂടെ നിൽക്കേണ്ട ആൾക്കാർ വീട്ടുകാരാണ്. പക്ഷെ അവർക്ക് വലിയ സപ്പോർട്ടൊന്നുമില്ല. നീ നിൻ്റെ ലൈഫ് നോക്കൂ, രാജീരിലെ ജോലി കളയണ്ട. പിന്നെ എൻ്റെ ഒരു റിസ്കിലും പിന്നെ എൻ്റെ നെയ്ബേഴ്സ് ഒരു ബിനു അങ്കിൾ ഉണ്ടായിരുന്നു. അങ്കിളും പറഞ്ഞൊന്ന് പോയി നോക്കൂ. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അഖില്, അപ്പോൾ ഇവരൊക്കെ പറഞ്ഞു നീ പോയി ചെയ്ത് നോക്ക്, പോയിട്ടൊന്ന് വാ, ജസ്റ്റ് നിന്നെ സെലക്ട് ചെയ്യാനൊന്നും പോണില്ല, നിൻ്റെ ഒരു ആഗ്രഹമല്ലേ, പോയിട്ട് വാ. അപ്പോൾ അമ്മയൊക്കെ കൂട്ടിയേ പോയേ, ചെന്നു സെലക്റ്റായി കഴിഞ്ഞാൽ ലീവൊക്കെ വാങ്ങി തിരിച്ചു വന്നപ്പോൾ വീട്ടിലും വലിയ നീ എന്ത് ചെയ്യും, ഒരു 2 മാസം വീട്ടിലിരിക്കുകയാണോ, ഇതാണ് നിൻ്റെ ലൈഫ്, ഇതാണ് നിൻ്റെ ഭാവി, ഇതൊക്കെ രക്ഷപ്പെടോ, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈവൻ തൊട്ടടുത്തുള്ള നെയ്ബേഴ്സ് ആണെങ്കിൽ പോലും രാജരിക്ക് പോണില്ല അല്ലേ. പിന്നെ ഫിലിമിലൊക്കെ അഭിനയിക്കുന്നത് കേൾക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരും അമ്മയോട് പറയുന്നുണ്ടായിരുന്നു. എന്നുവെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു കടയൊക്കെ ഉണ്ട്. കടയിലെ ആൾക്കാർ വന്നിട്ട് പറയുമോ അവൾ നല്ലൊരു കൊച്ചാ, പക്ഷെ ആ നല്ലൊരു കൊച്ച് സിനിമയിൽ കയറിയിട്ടോ, ഇനി അവളുടെ ലൈഫ് പോയി, അങ്ങനെ കുറേ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അമ്മയോട് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കല്യാണാലോചന വല്ല അവൾക്ക് വരോ, ഫിലിമിൽ കയറിയില്ലേ. അപ്പോൾ അമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ കേൾക്കും, ഞാൻ മിണ്ടാണ്ട് ശാന്തമായിട്ട് വെയിറ്റ് ചെയ്യും, ഫിലിം വരട്ടെ, ഫിലിം റിലീസാവട്ടെ. സുന്ദരിയായ ലിച്ചി, ബോൾഡായിട്ടുള്ള ലിച്ചിക്ക് ഒരുപാട് ആരാധകർ വരുന്നു മിണ്ടുന്നു, എന്തിൻ്റെ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നു. സുന്ദരി എന്ന് പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ് വരെ ഞാൻ സൗന്ദര്യം നോക്കിയിട്ടില്ല. +1 വരെ നോക്കാം. ഒരു പൊട്ടോടെയോ പൗഡറുടെയോ അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. കാരണം ഫുൾ സ്പോർട്സ് ആയിരുന്നു, ഓട്ടം ചാട്ടം. വീട്ടിൽ വരുന്നത് മെഡലായിട്ട്, അമ്മയെ തവള ചാട്ടം അല്ലെങ്കിൽ ലോങ് ജമ്പ് മെഡൽ കിട്ടി, അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരുടെ 10th ഫോട്ടോയിലൊക്കെ കണ്ടറിയാം. ഇപ്പോൾ ഫംഗ്ഷനൊക്കെ വരികയാണെങ്കിൽ ഒരു പുട്ടിയാണ്, അതൊക്കെ ഒന്ന് പൗഡറായി വെളുപ്പിച്ച് വെക്കും. കാരണം അങ്ങനെ ഒരു വലിയ ഡ്രസ്സിങ് ആയാലും വലിയ ബോദറിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. +1 ഒക്കെ ഇപ്പോൾ സ്കൂൾ മാറി, ഗവൺമെൻറ് സെൻറ്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലായി. അപ്പോൾ അവിടെ ഫസ്റ്റ് ബാൻഡ് ഉണ്ട്. അപ്പോൾ സ്പോർട്സൊക്കെ പിന്നെ നിർത്തി. ബാൻഡിലാണെങ്കിൽ ഫുൾ വെയിലത്തായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും നോക്കുമ്പോൾ ക്ലാസ്സിലിരുന്ന് കണ്ണെഴുതുന്നു, മുടി ചെയ്യുന്നു, പൊട്ടിടുന്നു, ലിപ് ബാം ഇടുന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് +2 ഒക്കെ ആയപ്പോൾ പിള്ളേർ പറഞ്ഞു നീ ഒരു ദിവസം പൊട്ടിട്ടുണ്ട് വാ, നീ ഒരു ദിവസം കണ്ണെഴുതിക്കൊണ്ട് വാ, നീ ഒരു ദിവസം മുടി ഇങ്ങനെ ചെയ്യിക്കൊണ്ട് വാ. അങ്ങനെ ചെയ്യും. പിന്നെ അങ്ങ് കോളേജായിരുന്നപ്പോൾ എന്തോ കോളേജിൽ പിന്നെ ഇത്തിരി നേഴ്സ് ആയത് കാരണം നല്ല സുന്ദരിയൊക്കെ നടക്കണം. അങ്ങനെയായിരുന്നു പൗഡറൊക്കെ ഇട്ട് തുടങ്ങി, കണ്ണൊക്കെ എഴുതി, പൊട്ടൊക്കെ തൊട്ട് നടക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് ആൾക്കാർ സുന്ദരിയാണല്ലോ ഈ കൊച്ച് എന്ന് പറഞ്ഞു തുടങ്ങിയത്. ചെറുപ്പത്തിൽ കണ്ട രേഷ്മയാണ് നാട്ടിൽ ഇപ്പോഴും പഴയ പോലെ തന്നെ നടക്കണു. അപ്പോൾ ആരാധകരെങ്ങനെ പെരുമാറുന്നു? ഇന്നലെ ഞാൻ അമ്മയുടെ കൂടെ എപ്പോഴും കടയിൽ പോകാറുണ്ട്. അപ്പോൾ അമ്മയുടെ കൂടെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനായിട്ട് പോയി പുറത്ത്. അപ്പം ഞങ്ങളുടെ ആലുവ സീമാസിൻ്റെ അടുത്ത് കുറേ മാർക്കറ്റിൻ്റെ കുറച്ച് അങ്ങ് നീങ്ങിയാണ്. അപ്പോൾ നിറയെ ഫ്രൂട്ട്സ് കടയാണ്. അപ്പോൾ ഞാൻ തലയിൽ ഷാളിട്ട കുറച്ചൊക്കെ ആൾക്കാർ അനുഭവിച്ച് തുടങ്ങി. അപ്പോൾ പിന്നെ അവരും ഡിസ്റ്റർബൻ്റ്, അവരുടെയും സമയം കളയണ്ടല്ലോ.
ചെന്ന് ഫ്രൂട്ട്സൊക്കെ കണ്ടു, പിന്നെ ഷാളൊക്കെ മാറ്റി ഫ്രൂട്ട്സൊക്കെ സെലക്ട് ചെയ്തപ്പോൾ ഒരു അപ്പൂപ്പൻ, ഒരു 40-50 വയസ്സൊരു അപ്പൂപ്പൻ വന്നിട്ട് മോളെ ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. അല്ല മോളെ ഏതെങ്കിലും ഒരു നടിയുടെ സാമ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. അല്ല ഏത് നടിയുടെ അപ്പച്ച? പറഞ്ഞു അങ്കമാലി ഡയറീസിലെ. അയ്യോ ഞാനല്ല കേട്ടോ. അപ്പച്ചൻ അല്ലേ മോൾക്ക് അതേ ഒരു കൊച്ചിൻ്റെ അതേ സാമ്യം. ഞാൻ പറഞ്ഞു ആണോ? അപ്പോൾ അപ്പച്ചൻ പോകാന്ന് പറയുമ്പോൾ അപ്പച്ചൻ ലിച്ചിയാന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ കൈ വിറയ്ക്കുന്നോ കാല് വിറയ്ക്കുന്നോ എന്താ ചെയ്യണമെന്ന് അറിയില്ല. അപ്പച്ചൻ കൈ വരുമ്പോഴേക്കും കൈ ഞാൻ പിടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ കാണിക്കണേ. ഒരുപാട് സന്തോഷം, വളരെ ഇഷ്ടമായി, സിനിമയ്ക്ക് ഇഷ്ടമായി. അപ്പോൾ അത് ലിച്ചിന്ന് കേട്ടതോടെ അവിടെ കുറച്ച് ഓട്ടോറിക്ഷ ആൾക്കാർ, അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നോക്കി തുടങ്ങി. അപ്പം അമ്മ പറഞ്ഞു പോവാം. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്, എന്തായാലും ചോദിക്കാതിരിക്കാൻ പറ്റില്ല. എന്ത് തരം റോള് ആണ് രേഷ്മ കംഫർട്ടബിൾ ആവുക? സ്പോർട്സുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. അപ്പം ഉള്ളിൽ അങ്ങനെ ഇപ്പോഴേ ഫസ്റ്റ് സിനിമയാണ്, ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇന്നതാവണമെന്ന് ഉണ്ടാവില്ലേ? മനസ്സിൽ കാണില്ലേ ഒരു ശോഭനയോ ഒരു മഞ്ജു വാര്യരൊക്കെ ഉള്ളിലുണ്ടാവില്ലേ? മഞ്ജു വാര്യർ ഭയങ്കര ഇൻസ്പിറേഷനാണ് കേട്ടോ. കാരണം ഇത്രയും ഏജിലും അഭിനയിക്കുന്നു. അപ്പോൾ എനിക്ക് ദൈവമേ നാളെ ഇതുപോലെ വലിയ സ്റ്റാർ ആവുമെന്നുള്ള തോന്നലൊക്കെ ഉണ്ട്. പിന്നെ എന്ത് റോള് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലിച്ചിന് ഇത്രയും അക്സെപ്റ്റ് ചെയ്തു, ഇനി ചെയ്യേണ്ട റോള് വേറെ ടൈപ്പായിരിക്കണം. ഇപ്പോൾ ഈ റോൾ ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഓരോ ലൈഫിലും ഇനി ചിലപ്പോൾ കുറേ കഥകൾ എനിക്ക് ഇതേപോലത്തെ റോള് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലിച്ചിയായിട്ടൊരു ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ആ റോള് ഞാൻ ടെസ്റ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരാഗ്രഹമില്ല. ഇനി വേറൊരു റോള്, അത് വേറെ രീതിയിൽ വേറെ സ്റ്റൈലിൽ. ഭക്ഷണത്തെ കുറിച്ച് നന്നായിട്ട് പറഞ്ഞ സിനിമ അത് തന്നെയായിരുന്നു. അപ്പോൾ സിനിമയിൽ പറയുന്നുണ്ടല്ലോ, പക്ഷെ സിനിമയിനകത്ത് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ചേട്ടാ വെജിറ്റേറിയൻ ഒന്നും ഇല്ലേ ചേട്ടാ, ക്യാബേജ് നോൺ വെജ് കഴിക്കാറുള്ളൂ. ഇഷ്ടപ്പെട്ട ഭക്ഷണം അത് ഈ അങ്കമാലിക്കാരുടെ ആ ടൈപ്പാണോ അതോ ആലുവക്കാരുടെ സ്പെഷ്യൽ ഭക്ഷണമാണോ? ആലുവക്കാരെ എനിക്ക് പൊതുവെ ചിക്കൻ ഇഷ്ടമാണ്, ഒരുപാട് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ എന്ത് ചെയ്താലും എനിക്കിഷ്ടമാണ്. പക്ഷെ എനിക്ക് കൂടുതൽ ഫ്രൈ ഐറ്റംസ് ഇഷ്ടം. എന്ന് വെച്ചാൽ കറി അധികം വേണ്ട, ഡ്രൈ ആയ ഐറ്റംസ് ഇഷ്ടം. ചിക്കൻ ഇഷ്ടം. ഇപ്പോൾ ചേഞ്ച് മാറി ബീഫിലേക്കായി തുടങ്ങിയിട്ടുണ്ട്. ബീഫും ഡ്രൈ ആയിട്ട് നല്ലോണം ഡ്രൈ ചെയ്യുന്ന ഫുഡൊക്കെ എനിക്ക് എല്ലാം ഇഷ്ടം. മീനായാലും അതെ. പിന്നെ ചിക്കൻ ബിരിയാണി ഫേവറേറ്റ്. എവിടെ ചെന്നാലും ഏത് സ്ഥലത്താകുമ്പോൾ ഹോട്ടലിൽ ചെന്നാലും ഒന്ന് മാറ്റി പിടിയിടി ഇവിടുത്തെ സ്പെഷ്യൽ ഡിഷസ് ഉണ്ട്. ഞാൻ ചിക്കൻ ബിരിയാണി അത് കഴിച്ചില്ലെങ്കിൽ സമാധാനമാവില്ല. ഇപ്പോൾ പുറത്തൊക്കെ ദുബായിക്കൊക്കെ പോയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ഒട്ടും അന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ള, അവിടുത്തെ ഒരു കഞ്ഞി വരെ കുടിക്കണ ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആഗ്രഹിച്ച് കഴിക്കാൻ നല്ല ചോറും നല്ല ചൂട് മീൻ കറിയാണ്, അതോടെ കിട്ടി. അയ്യോ പറഞ്ഞ പോലെ പോർക്ക് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പോർക്കും കൂർക്കയും അതോ പോർക്കും കായില്ല? പോർക്ക് വെറുതെ എനിക്ക് ഫ്രൈ ചെയ്യണം, അതും ഫ്രൈ ഐറ്റം. പോർക്ക് നല്ല ചില്ലി ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ വെറും ഫ്രൈ ചെയ്യും, അതെനിക്ക് ഒരുപാട് ഇഷ്ടം. അതെനിക്ക് ആദ്യം ഞാൻ കഴിച്ചത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാരേജ് ഫംഗ്ഷൻ ആയപ്പോൾ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് അഖിലുണ്ടായിരുന്നു. അഖില എനിക്ക് എടുത്തത് കഴിച്ചു നോക്കണി. ഞാൻ പറഞ്ഞാൽ പോർക്ക് അധികം കഴിക്കില്ല, അല്ലെങ്കിൽ കഴിച്ചേ പറ്റൂ. അത് കഴിച്ച ശേഷം ഞാൻ ചിക്കനും ബീഫൊക്കെ മാറ്റി വെച്ചിട്ട് പോർക്ക് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തേ. അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. എന്താ പരിപാടി? ഈസ്റ്റർ എന്ത് സെലിബ്രേഷൻ? ഞങ്ങളുടെ അവിടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ക്രിസ്മസ് ആണ്. അവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് വൈകുന്നേരം പടക്കം. ഈ പ്രാവശ്യത്തെ ക്രിസ്മസും ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ന്യൂ ഇയറും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ. മരണം അങ്ങനത്തെ എല്ലാ വീട്ടിലായാലും ഒരു 3 വർഷത്തോളമായി ഞങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസ് ആണ് ഞങ്ങളൊന്ന് വീട്ടിൽ ഞാനാണ് വീട്ടിൽ ആദ്യം സ്റ്റാർ തൂക്കറും ഞാനാണ് എപ്പോഴും അയക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഫുൾ സ്റ്റാർ ഞാൻ തൂക്കി. അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ മറക്കാൻ പറ്റില്ല. ന്യൂ ഇയർ വരെ ഞങ്ങൾ ആ ക്രിസ്മസ് സെലിബ്രേഷൻ ആഘോഷിച്ചു. ഈസ്റ്ററിന് പ്ലാൻ ചെയ്തിട്ടില്ല, വീട്ടിലിരുന്നിട്ട് വേണ്ടേ പ്ലാൻ ചെയ്യാൻ. ഇത്തവണ ആഘോഷിച്ച പോലെ അതിനേക്കാളും ഭംഗിയായിട്ട് ക്രിസ്മസും ഈസ്റ്ററും ഓണവും വിഷുവും എല്ലാം ആഘോഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കൊരു 10 ml ഒഴിച്ചിട്ട് അവസാനിപ്പിക്കണം, ഒഴിക്കേണ്ട അവസാനിപ്പിക്കണം? പിന്നെ പോയി നൈസായിട്ട് അടിക്കാം. ഓക്കെ ശരി, താങ്ക്സ് എ ലോട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ എല്ലാവർക്കും ബൈ. ലിച്ചി സുന്ദരിയാണ്, ലിച്ചി ബോൾഡാണ്, ലിച്ചി സ്വീറ്റാണ്.